Hi friends, welcome to Easy Coding channel. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ചെയ്തിരുന്നു. സർട്ടൻ ഇൻഫെക്ഷസ് ആൻഡ് പാരസൈറ്റിക് ഡിസീസസിലെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ചാപ്റ്റർ 2 നിയോപ്ലാസംസ്. നിയോപ്ലാസംസിന്റെ കോഡ് റേഞ്ച് വന്നിട്ട് C00 to D49 വരെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിയോപ്ലാസംസ് അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ടിഷ്യൂവിനെയാണ് നമ്മൾ നിയോപ്ലാസം എന്ന് പറയുന്നത്. അത് 2 ടൈപ്സ് ആണുള്ളത്, ബിനൈൻ ആൻഡ് മാലിഗ്നന്റ്. ബിനൈൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ക്യൂറബിൾ, നോട്ട് ഹാംഫുൾ. മാലിഗ്നന്റ് ആണെങ്കിൽ അത് ക്യാൻസറസ് ആണ്, ഡേഞ്ചറസ് ആണ്. ഇനി നമുക്ക് കുറച്ച് ടേംസ് നോക്കാം. ഈ ചാപ്റ്റർ കോഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. നമുക്ക് ആ ടേംസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, കാർസിനോമ ഇൻ സിറ്റു is a group of abnormal cells that are found only in the place where they first formed in the body. These abnormal cells may become cancer and spread to nearby normal tissue. അതായത് ഒരു certain placeൽ മാത്രമാണ് ഈ abnormal cells ഉള്ളത്, അല്ലെങ്കിൽ ഒരു certain placeൽ മാത്രമാണ് ഈ ട്യൂമർ ഉള്ളത്. അത് സ്പ്രെഡ് ആയിട്ടൊന്നുമില്ല, ഒരൊറ്റ ഒരു certain placeലാണത്, ആ ഒറിജിൻ ചെയ്ത ആ ഒരു certain placeൽ തന്നെയാണ് അത് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കാർസിനോമ ഇൻ സിറ്റു എന്ന് പറയും. ഇപ്പോൾ നമ്മളത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് മേ ബിക്കം ക്യാൻസർ ആൻഡ് സ്പ്രെഡ് ടു നിയർ ബൈ നോർമൽ ടിഷ്യൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ കാർസിനോമ ഇൻ സിറ്റു എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, അൺസർട്ടൈൻ ബിഹേവിയർ ഓർ പ്രീമാലിഗ്നന്റ് ക്യാൻസർ. Pathologist identified neoplasm is transitioning from benign to malignant. അതായത് അത് ബിനൈനും അല്ല എന്നാൽ മാലിഗ്നന്റും അല്ല, ആ ഒരു ട്രാൻസിഷനിങ് ഫേസിലാണ് അതുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ അൺസർട്ടൈൻ ബിഹേവിയർ എന്ന് പറയും. ആ ഒരു ഗ്രോത്തിനെ നമ്മൾ അൺസർട്ടൈൻ ബിഹേവിയർ എന്നാണ് പറയുക. Next, unspecified behavior. Documentation does not specify the nature of neoplasm. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ അൺസ്പെസിഫൈഡ് ബിഹേവിയർ എന്നാണ് പറയുന്നത്. വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട് ഓഫ് ബയോപ്സി. അപ്പോൾ ഇനി നമുക്ക് ഗൈഡ് ലൈൻസിലേക്ക് കിടക്കാം. പ്രൈമറി മാലിഗ്നന്റ് നിയോപ്ലാസം ഓവർലാപ്പിംഗ് സൈറ്റ് ബൗണ്ടറീസ്. ഇതാണ് ഫസ്റ്റ് ഗൈഡ് ലൈൻ. Primary malignant lesion that overlaps 2 or more contiguous sites should be classified to the subcategory overlapping lesion unless the combination is specifically indexed elsewhere. അതായത് ഒരു പ്രൈമറി മാലിഗ്നന്റ് ലീഷൻ ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ്, 2 or more contiguous സൈറ്റിലേക്ക് ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ് കാറ്റഗറി ഓവർലാപ്പിംഗ് ലീഷനിൽ നിന്നാണ് നമ്മൾ കോഡ് എടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ്, ഫോർ മൾട്ടിപ്പിൾ നിയോപ്ലാസംസ് ഓഫ് സെയിം സൈറ്റ് ദാറ്റ് ആർ നോട്ട് കണ്ടിഗസ് സച്ച് ആസ് ട്യൂമർ ഇൻ ഡിഫറെന്റ് ക്വാഡ്രൻസ് ഓഫ് ദ സെയിം ബ്രസ്റ്റ്, കോഡ് ഫോർ ഈച്ച് സൈറ്റ് ഷുഡ് ബി അസൈൻഡ്. അതായത് ഇനി മൾട്ടിപ്പിൾ നിയോപ്ലാസം ഉണ്ട്, ഒരു സെയിം സൈറ്റിൽ തന്നെ മൾട്ടിപ്പിൾ നിയോപ്ലാസം ഉണ്ട്, പക്ഷേ ദേ ആർ നോട്ട് കണ്ടിഗസ്. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ആ ഓരോ ട്യൂമറിനും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കോഡ് ചെയ്യണം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സെയിം ബ്രസ്റ്റിൽ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ക്വാഡ്രൻസിൽ ട്യൂമേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുമായിട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ടോ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടോ ഒന്നുമില്ല, അത് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഓരോ ഡിഫറെൻറ്റ് ക്വാഡ്രൻസിൽ ഓരോരോ ട്യൂമറായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ഓരോ ട്യൂമറിനും കോഡ് ചെയ്യണം, സെപ്പറേറ്റ് കോഡ് ചെയ്യണം. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, എ 60-year-old ഫീമെയിൽ വിത്ത് എ മാലിഗ്നന്റ് ലീഷൻ ഇൻ ദ റൈറ്റ് ബ്രസ്റ്റ് എക്സ്റ്റെൻഡിങ് ഫ്രം ദ അപ്പർ ഔട്ടർ ക്വാഡ്രന്റ് ഇൻ ടു ദ ആക്സിലറി ടെയിൽ. ഈ കേസിൽ ഈ മാലിഗ്നന്റ് ലീഷൻ, റൈറ്റ് ബ്രസ്റ്റിലുള്ള ഈ മാലിഗ്നന്റ് ലീഷൻ അപ്പർ ഔട്ടർ ക്വാഡ്രന്റ് മുതൽ ആക്സിലറി ടെയിൽ വരെ സ്പ്രെഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന് കോഡ് എടുക്കുമ്പോൾ ഓവർലാപ്പിംഗ് ലീഷനിൽ നിന്നാണ് കോഡ് എടുക്കേണ്ടത്. അതായത് നിയോപ്ലാസം ടേബിളിൽ പോയിട്ട് ബ്രസ്റ്റ് എടുക്കുക, അതിനകത്ത് ഓവർലാപ്പിംഗ് ലീഷൻ നോക്കുമ്പോൾ നമുക്ക് C50.8 കിട്ടും. പിന്നെ ഇത് റൈറ്റ് ബ്രസ്റ്റിലായതുകൊണ്ട് തന്നെ, ഇത് ഫീമെയിലിനായതുകൊണ്ട് തന്നെ നമുക്ക് C50.811 എന്നുള്ള കറക്റ്റ് സ്പെസിഫിക് കോഡ് കിട്ടും. അതായത് മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് ഓവർലാപ്പിംഗ് സൈറ്റ്സ് ഓഫ് റൈറ്റ് ഫീമെയിൽ ബ്രസ്റ്റ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, എ 50-year-old ഫീമെയിൽ വിത്ത് ഡിസ്റ്റിങ്ക്ട് ലീഷൻ ഓഫ് ദ റൈറ്റ് ബ്രസ്റ്റ്, വൺ ഇൻ ദ അപ്പർ ഔട്ടർ ക്വാഡ്രന്റ് ആൻഡ് സെക്കൻഡ് ഇൻ ദ ലോവർ ഔട്ടർ ക്വാഡ്രന്റ്. പത്തോളജി റിപ്പോർട്ട് ഇൻഡിക്കേറ്റ്സ് ബോത്ത് ലീഷൻ ആർ മാലിഗ്നന്റ്. അപ്പോൾ ഈ കേസിൽ റൈറ്റ് ബ്രസ്റ്റിൽ തന്നെ അപ്പർ ഔട്ടർ ക്വാഡ്രന്റിലും ലോവർ ഔട്ടർ ക്വാഡ്രന്റിലും മാലിഗ്നന്റ് ലീഷൻ ഉണ്ട്. 2 മാലിഗ്നന്റ് ലീഷനാണുള്ളത്, അപ്പർ ഔട്ടർ ക്വാഡ്രന്റിലും ഉണ്ട്, രണ്ടാമത് ലോവർ ഔട്ടർ ക്വാഡ്രന്റിലും മാലിഗ്നന്റ് ലീഷൻ ഉണ്ട്. അപ്പം നമ്മൾ
ഇത് കോഡ് ചെയ്യുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കോഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക C50.411, അതായത് മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് അപ്പർ ഔട്ടർ ക്വാഡ്രന്റ് ഓഫ് റൈറ്റ് ഫീമെയിൽ ബ്രസ്റ്റ്. പിന്നെ രണ്ടാമത്തെ കോഡ് C50.511, മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് ലോവർ ഔട്ടർ ക്വാഡ്രന്റ് ഓഫ് റൈറ്റ് ഫീമെയിൽ ബ്രസ്റ്റ്. അപ്പോൾ ഈ ഗൈഡ് ലൈൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഗൈഡ് ലൈൻ, മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് എക്ടോപിക് ടിഷ്യൂ. മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് എക്ടോപിക് ടിഷ്യൂ ആർ ടു ബി കോഡഡ് ടു ദ സൈറ്റ് ഓഫ് ഒറിജിൻ മെൻഷൻഡ്. എവിടെയാണോ ഒറിജിൻ ചെയ്തിട്ടുള്ളത് ആ കോഡാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എക്ടോപിക് പാൻക്രിയാറ്റിക് നിയോപ്ലാസംസ് ഇൻവോൾവിംഗ് ദ സ്റ്റൊമക്. ഇതിനകത്ത് ഒറിജിൻ ചെയ്തിട്ടുള്ളത് എക്ടോപിക് പാൻക്രിയാറ്റിക് നിയോപ്ലാസം, പാൻക്രിയാസിലാണ് ഒറിജിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് പാൻക്രിയാസ് ആണ് എടുക്കേണ്ടത്. സ്റ്റൊമക്കും കൂടെ ഇൻവോൾവ് ആയിട്ടുണ്ട്, പക്ഷേ ഇതിനകത്ത് ഒറിജിൻ ഏത് സൈറ്റിലാണോ ആ സൈറ്റാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത് എക്ടോപിക് ടിഷ്യൂവിന്റെ കേസിൽ. ഇനി നെക്സ്റ്റ് ഗൈഡ് ലൈൻ, treatment directed at the malignancy. If the treatment directed at the malignancy designate malignancy as the principal diagnosis, അതായത് മാലിഗ്നൻസി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ മാലിഗ്നൻസി ആണ് പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് ആയിട്ട് എടുക്കേണ്ടത്, അതായത് ഫസ്റ്റ് കോഡ് ഇടേണ്ടത്. ഇനി the only exception to this guideline is if a patient admission or encounter is only for the administration of chemotherapy, immunotherapy or external beam radiation therapy, assign the appropriate Z51 code as the first listed or principal diagnosis, and the diagnosis or the problem for which the service is being performed as a secondary diagnosis. അതായത് അപ്പോൾ നമ്മൾ പറഞ്ഞു മാലിഗ്നൻസി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ മാലിഗ്നൻസി ആണ് പ്രൈമറി ഡയഗ്നോസിസ് ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് കോഡായിട്ട് ഇടേണ്ടത്. ഇനി ഇതിനകത്ത് ഒരു എക്സെപ്ഷൻ കേസ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യന്റ് വന്നിട്ടുള്ളത് കീമോതെറാപ്പിയോ ഇമ്മ്യൂണോ തെറാപ്പിയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബീം റേഡിയേഷൻ തെറാപ്പിയോ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് Z51 കോഡാണ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള Z51 കോഡാണ് ഇടേണ്ടത്. അതായത് ഇതിന് വേണ്ടിയിട്ടാണ് വന്നത്, കീമോതെറാപ്പിക്ക് അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പിക്ക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബീം റേഡിയേഷൻ തെറാപ്പി അത് ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് എന്നതിനുള്ള Z51 കോഡാണ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള Z51 കോഡാണ് ആദ്യം ഇടേണ്ടത്. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, ഏത് മാലിഗ്നൻസി ആണ് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് സെക്കൻഡ് ആണ് ആ കോഡ് ഇടേണ്ടത്. Next guideline, treatment of secondary site. When a patient is admitted because of primary neoplasm with metastasis and treatment is directed towards the secondary site only, the secondary neoplasm is designated as the principal diagnosis even though the primary malignancy is still present. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഒരു പേഷ്യൻറ്റിന് ഇപ്പോൾ യൂട്രസിലും കൂടെ ക്യാൻസർ വന്നു, ഒരു ക്യാൻസറസ് ഗ്രോത്ത് ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത് ഈ യൂട്രസിലുള്ള ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് ഈ യൂട്രസിലുള്ള നിയോപ്ലാസത്തിനാണ് നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത്. ബ്രസ്റ്റ് ക്യാൻസർ ഓൾറെഡി ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത് ഈ സെക്കൻഡറി സൈറ്റിലുള്ള നിയോപ്ലാസം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, യൂട്രസിലുള്ള നിയോപ്ലാസം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഫസ്റ്റ് ഈ യൂട്രസിലുള്ള നിയോപ്ലാസത്തിന് കോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോഡായിട്ട് പ്രൈമറി നിയോപ്ലാസത്തിന്, ബ്രസ്റ്റിലുള്ള നിയോപ്ലാസത്തിന് കോഡ് ചെയ്യും. ഇനി വേറൊരു എക്സാമ്പിളും കൂടെ നോക്കുകയാണെങ്കിൽ പേഷ്യന്റ് വിത്ത് പ്രൈമറി പ്രോസ്റ്റേറ്റ് ക്യാൻസർ വിത്ത് മെറ്റാസ്റ്റാസിസ് ടു ലങ്സ് പ്രസന്റ് ഫോർ വെഡ്ജ് റിസെക്ഷൻ ഓഫ് മാസ് ഇൻ റൈറ്റ് ലങ്. അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ള ഒരാൾ ഇപ്പോൾ ലങ്സിലും ക്യാൻസർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ലങ്സിലുള്ള ക്യാൻസറിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യാം secondary malignant neoplasm of right lung C78.01, second code cheya C61 malignant neoplasm of prostate. Next guideline, coding and sequencing of complications. First case, anemia associated with malignancy. Malignancyയോട് associated ആയിട്ടുണ്ടായ അനീമിയ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കോഡ് ചെയ്യേണ്ടത് മാലിഗ്നൻസിക്കാണ്, സെക്കൻഡ് കോഡ് ചെയ്യേണ്ടത് അനീമിയയ്ക്ക്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് ഈസ് അഡ്മിറ്റഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് അനീമിയ ഇൻ അഡ്വാൻസ്ഡ് പ്രൈമറി ലിവർ ക്യാൻസർ. ഇതിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് പ്രൈമറി ലിവർ ക്യാൻസറിനാണ്, സെക്കൻഡ് ആണ്
അനീമിയയ്ക്ക് കോഡ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് കോഡ് വരിക C22.8 മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് ലിവർ പ്രൈമറി അൺസ്പെസിഫൈഡ് ആസ് ടു ടൈപ്പ്. ഇനി സെക്കൻഡ് അനീമിയയ്ക്ക് D63.0 അനീമിയ ഇൻ നിയോപ്ലാസ്റ്റിക് ഡിസീസ്. അങ്ങനെയാണ് കോഡ് ചെയ്യേണ്ട ഓർഡർ. ഇനി സെക്കൻഡ് കേസ് അനീമിയ അസോസിയേറ്റഡ് വിത്ത് കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി ആൻഡ് റേഡിയേഷൻ തെറാപ്പി. അങ്ങനെയാണെങ്കിൽ when the admission or encounter is for the management of anemia associated with an adverse effect of the administration of chemotherapy, immunotherapy or radiation therapy and the only treatment is for the anemia, then അപ്പോൾ അനീമിയയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. കീമോതെറാപ്പിയോ ഇമ്മ്യൂണോതെറാപ്പിയോ റേഡിയോ തെറാപ്പിയോ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് അനീമിയ ഉണ്ടായി, ആ അനീമിയ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ കോഡ് ചെയ്യേണ്ടത് അനീമിയയ്ക്ക്, സെക്കൻഡ് കോഡ് ചെയ്യേണ്ടത് നിയോപ്ലാസം, തേർഡ് കോഡ് ചെയ്യേണ്ടത് അഡ്വേഴ്സ് എഫക്റ്റ്. ആ അഡ്വേഴ്സ് എഫക്റ്റിനാണ് കോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ T45.1x5 ആണ് അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ആന്റി നിയോപ്ലാസ്റ്റിക് ആൻഡ് ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ്. പിന്നെ by 84.2 ആണ് റേഡിയോളജിക്കൽ പ്രൊസീജിയർ ആൻഡ് റേഡിയോ തെറാപ്പിക്ക് കോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഓർഡർ. For example, a 50-year-old male with grade 2 follicular lymphoma involving multiple lymph node sites referred for blood transfusion to treat anemia due to chemotherapy. അതായത് ഗ്രേഡ് 2 ഫോളിക്കുലർ ലിംഫോമ ഉള്ള ഒരാൾ കീമോതെറാപ്പി ചെയ്തിട്ട് അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് അനീമിയ ഉണ്ടായി, ആ അനീമിയ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് അനീമിയയ്ക്ക്, സെക്കൻഡ് കോഡ് ചെയ്യേണ്ടത് നിയോപ്ലാസത്തിന്, തേർഡ് കോഡ് ചെയ്യേണ്ടത് അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് കീമോതെറാപ്പിക്ക്. അതായത് കോഡ് വരിക D64.81 അനീമിയ ഡ്യൂ ടു ആന്റി നിയോപ്ലാസ്റ്റിക് കീമോതെറാപ്പി, സെക്കൻഡ് C82.18 follicular lymphoma grade 2 lymph nodes of multiple sites, third code T45.1x5A adverse effect of anti-neoplastic and immunosuppressive drugs initial encounter. അപ്പോൾ കോഡ് ചെയ്യേണ്ട ഓർഡർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അനീമിയ അസോസിയേറ്റഡ് വിത്ത് മാലിഗ്നൻസിക്ക് ആണെങ്കിൽ ഫസ്റ്റ് മാലിഗ്നൻസി, പിന്നെ അനീമിയ. അനീമിയ അസോസിയേറ്റഡ് വിത്ത് കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി ആൻഡ് റേഡിയേഷൻ തെറാപ്പി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അനീമിയ, പിന്നെ നിയോപ്ലാസം, പിന്നീട് അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് എന്തിൻ്റെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീമോതെറാപ്പി ആണെങ്കിൽ റേഡിയേഷൻ തെറാപ്പി അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി. അങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യേണ്ട ഓർഡർ. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ മാനേജ്മെന്റ് ഓഫ് ഡീഹൈഡ്രേഷൻ ഡ്യൂ ടു മാലിഗ്നൻസി. മാലിഗ്നൻസി മൂലമുണ്ടായ ഡീഹൈഡ്രേഷൻ ട്രീറ്റ് ചെയ്യാനായിട്ടാണ് വന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് ഡീഹൈഡ്രേഷന്, സെക്കൻഡ് കോഡ് ചെയ്യേണ്ടത് മാലിഗ്നൻസി. പിന്നെ അടുത്ത കണ്ടീഷൻ ട്രീറ്റ്മെന്റ് ഓഫ് എ കോംപ്ലിക്കേഷൻ റിസൾട്ടിംഗ് ഫ്രം എ സർജിക്കൽ പ്രൊസീജിയർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് ആ കോംപ്ലിക്കേഷൻ ആണ് ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത്. Next guideline, primary malignancy previously excised. When a primary malignancy has been previously excised and there is no further treatment directed to that site and there is no evidence of existing any primary malignancy at that site, a code from category Z85, personal history of malignant neoplasm, should be used to indicate the former site of malignancy. അതായത് ഒരു പേഷ്യൻറ്റിന് ഒരു പ്രൈമറി മാലിഗ്നൻസി ഉണ്ടായിരുന്നു, അത് ഫുള്ളായിട്ട് മാറി, ഇപ്പോൾ അതിന് ഒരു ട്രീറ്റ്മെൻറ്റോ ഒന്നും എടുക്കുന്നില്ല, പണ്ട് ഒരു മാലിഗ്നൻസി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ Z85 കോഡാണ് എടുക്കേണ്ടത്. പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് മാലിഗ്നന്റ് നിയോപ്ലാസം, ആ കോഡാണ് എടുക്കേണ്ടത്. ഇനി എനി മെൻഷൻ ഓഫ് എക്സ്റ്റൻഷൻ, ഇൻവാഷൻ ഓർ മെറ്റാസ്റ്റാസിസ് ടു അനദർ സൈറ്റ് ഈസ് കോഡഡ് ആസ് സെക്കൻഡറി മാലിഗ്നന്റ് നിയോപ്ലാസം ടു ദാറ്റ് സൈറ്റ്. ദ സെക്കൻഡറി സൈറ്റ് മേ ബി ദ പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് ആൻഡ് Z85 കോഡ് യൂസ്ഡ് ആസ് എ സെക്കൻഡറി കോഡ്. അതായത് പിന്നീട് അപ്പോൾ ആദ്യം ഒരു മാലിഗ്നൻസി ഉണ്ടായിരുന്നു, അത് ഫുള്ളായിട്ട് മാറി, ട്രീറ്റ് ചെയ്തു, എല്ലാം ഫുള്ളായിട്ട് മാറി, ഇപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റും അതിന് വേണ്ടിയിട്ട് എടുക്കുന്നില്ല. പിന്നീട് വേറെ എവിടേക്കെങ്കിലും മെറ്റാസ്റ്റാസിസ്, വേറെ എവിടേക്കെങ്കിലും ഒരു മാലിഗ്നൻസി ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മാലിഗ്നൻസിക്കാണ് ഫസ്റ്റ് കോഡ് ചെയ്യുക. അതായത് സെക്കൻഡറി മാലിഗ്നന്റ് നിയോപ്ലാസത്തിനാണ് നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു, ഇങ്ങനെ മാലിഗ്നൻസി ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ഹിസ്റ്ററിക്ക് നമ്മൾ Z85 കോഡ് രണ്ടാമത്തെ കോഡായിട്ട് കൊടുക്കും.
For example, history of lung cancer, left upper lobectomy 18 months ago with no current treatment. MRI of brain shows metastatic disease in the brain. അതായത് 18 months ago lung cancer ഉണ്ടായിരുന്നു, ലെഫ്റ്റ് അപ്പർ ലോബക്ടമി ചെയ്തു, ഇപ്പോൾ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. ഇപ്പോൾ MRI എടുത്ത് നോക്കിയപ്പോൾ മെറ്റാസ്റ്റാറ്റിക് ഡിസീസ് ഇൻ ദ ബ്രെയിനിൽ വേറൊരു നിയോപ്ലാസം കണ്ടെത്തി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ സെക്കൻഡറി മാലിഗ്നന്റ് നിയോപ്ലാസം, അതിനാണ് നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത് കോഡ് ചെയ്യേണ്ടത് പേഴ്സണൽ ഹിസ്റ്ററിക്ക്, ലങ് ക്യാൻസർ ഉണ്ടായിരുന്നു എന്നുള്ള പേഴ്സണൽ ഹിസ്റ്ററിക്കാണ് നമ്മൾ രണ്ടാമത് കോഡ് ചെയ്യേണ്ടത്. അതായത് കോഡ് വരിക C79.31 സെക്കൻഡറി മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് ബ്രെയിൻ, രണ്ടാമത്തെ കോഡ് Z85.118 പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് അതർ മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് bronchus and lungs. Next guideline, admissions or encounters involving chemotherapy, immunotherapy and radiation therapy. Adile first one, episode of care involves surgical removal of neoplasm. When an episode of care involves surgical removal of neoplasm, primary or secondary site followed by chemotherapy, radiation therapy during the same episode of care, the code for the neoplasm should be assigned as principal diagnosis. അതായത് ഒരു പേഷ്യന്റിന് നിയോപ്ലാസം റിമൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി അതൊക്കെ ഒരൊറ്റ വരവിൽ തന്നെ, ഒരൊറ്റ അഡ്മിഷനിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ, ഒരൊറ്റ എപ്പിസോഡ് ഓഫ് കെയറിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് കൊടുക്കേണ്ടത് നിയോപ്ലാസത്തിനാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തെറാപ്പികൾക്ക്, കീമോതെറാപ്പി ആണോ ഇമ്മ്യൂണോതെറാപ്പി ആണോ റേഡിയേഷൻ തെറാപ്പി ആണോ അതനുസരിച്ച് അതിന് കോഡ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് കൊടുക്കേണ്ട കോഡ് നിയോപ്ലാസ് ആണ്. ഇനി അടുത്ത കേസ്, patient admission or encounters only for administration of chemotherapy, immunotherapy and radiation therapy. അതായത് കീമോതെറാപ്പിയോ ഇമ്മ്യൂണോതെറാപ്പിയോ റേഡിയേഷൻ തെറാപ്പിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ പേഷ്യന്റ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ കോഡ് കൊടുക്കേണ്ടത്, ഫസ്റ്റ് കൊടുക്കേണ്ട കോഡ് Z51.0 എൻകൗണ്ടർ ഫോർ ആന്റി നിയോപ്ലാസ്റ്റിക് റേഡിയേഷൻ തെറാപ്പി, Z51.11 എൻകൗണ്ടർ ഫോർ ആന്റി നിയോപ്ലാസ്റ്റിക് കീമോതെറാപ്പി or Z51.12 എൻകൗണ്ടർ ഫോർ ആന്റി നിയോപ്ലാസ്റ്റിക് ഇമ്മ്യൂണോതെറാപ്പി. അത് ഏതാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഡ് അതാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. ഇനി മാലിഗ്നൻസിക്ക് സെക്കൻഡ് കോഡാണ് കൊടുക്കേണ്ടത്. ഇനി if a patient admission or encounter is for the insertion or implantation of radioactive elements, example brachytherapy, the appropriate code for the malignancy is sequenced as the principal diagnosis. Code Z51.0 should not be assigned. അതായത് ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഇൻസേർഷന് വേണ്ടിയിട്ടാണ് പേഷ്യന്റ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് മാലിഗ്നൻസിക്ക് തന്നെയാണ്. പിന്നെ Z51.0 കോഡ് യൂസ് ചെയ്യാൻ പാടില്ല, അത് റേഡിയേഷൻ തെറാപ്പിയുടെ കോഡാണ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. Patient presents for second round rituximab and fludarabine for his chronic B-cell lymphocytic leukemia. അതായത് ഈ റിറ്റുക്സിമാബ് ആൻഡ് ഫ്ലൂഡാറാബിൻ എന്ന് പറയുന്നത് കീമോതെറാപ്പിയുടെയും ഇമ്മ്യൂണോതെറാപ്പിയുടെയും ഡ്രഗ്സ് ആണ്. അപ്പോൾ കീമോതെറാപ്പിയും ഇമ്മ്യൂണോതെറാപ്പിയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേഷ്യന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് അതിനാണ്, സെക്കൻഡ് കോഡ് ചെയ്യേണ്ടത് നിയോപ്ലാസത്തിനാണ് കോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഈ രണ്ട് തെറാപ്പിയും ഒറ്റ ഇതിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ Z51.11 എൻകൗണ്ടർ ഫോർ ആന്റി നിയോപ്ലാസ്റ്റിക് കീമോതെറാപ്പി കോഡ് ചെയ്യുക. സെക്കൻഡ് Z51.12 എൻകൗണ്ടർ ഫോർ ആന്റി നിയോപ്ലാസ്റ്റിക് ഇമ്മ്യൂണോതെറാപ്പി. പിന്നെ C91.10 ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ ഓഫ് ബി സെൽ ടൈപ്പ് നോട്ട് ഹാവിംഗ് അച്ചീവ്ഡ് റിമിഷൻ. അപ്പോൾ ഇങ്ങനെയാണ് കോഡ് ചെയ്യേണ്ട ഓർഡർ. Next guideline, patient admitted for radiation therapy, chemotherapy or immunotherapy and develops complication. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് Z51.0 എൻകൗണ്ടർ ഫോർ ആന്റി നിയോപ്ലാസ്റ്റിക് റേഡിയേഷൻ തെറാപ്പി or Z51.11 എൻകൗണ്ടർ ഫോർ ആന്റി നിയോപ്ലാസ്റ്റിക് കീമോതെറാപ്പി or Z51.12 എൻകൗണ്ടർ ഫോർ ആന്റി നിയോപ്ലാസ്റ്റിക് ഇമ്മ്യൂണോതെറാപ്പി. അതിനുശേഷം നമ്മൾ കോംപ്ലിക്കേഷനുള്ള കോഡ് ചെയ്യാം. ഇനി if a patient is admitted for the purpose of insertion or implantation of radioactive elements and develops complication, first code for the malignancy followed by the codes for complication. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ്, എന്നിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് മാലിഗ്നൻസിക്കാണ് കോഡ് ചെയ്യേണ്ടത്, അതിനുശേഷമാണ് കോംപ്ലിക്കേഷന് കോഡ് ചെയ്യേണ്ടത്.
ഇനി next guideline, admission or encounter to determine the extent of malignancy. When the reason for admission is to determine the extent of malignancy or for a procedure such as paracentesis or thoracocentesis, the primary malignancy or appropriate metastatic site is designated as principal diagnosis, even though chemotherapy or radiotherapy is administered. അതായത് പേഷ്യൻ്റ് ഇപ്പോൾ അഡ്മിറ്റ് ആയിട്ടുള്ളത് ടു ഡിറ്റർമിൻ ദ എക്സ്റ്റെൻറ്റ് ഓഫ് മാലിഗ്നൻസിയുടെ ഒരു എക്സ്റ്റെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ല എന്നുണ്ടെങ്കിൽ പാരാസെൻറ്റസിസോ അല്ലെങ്കിൽ തൊറാക്കോസെൻറ്റസിസോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് മാലിഗ്നൻസിക്കാണ്. മാലിഗ്നൻസി അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് മെറ്റാസ്റ്റാറ്റിക് സൈറ്റിനാണ് നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ കീമോതെറാപ്പിയോ റേഡിയോ തെറാപ്പിയോ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് മാലിഗ്നൻസിക്കാണ്. ഇനി ഈ പാരാസെൻറ്റസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊറാക്കോസെൻറ്റസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡി ക്യാവിറ്റിയിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ ഒരു സിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ഗ്രോത്തിൽ നിന്ന് നമ്മൾ ഒരു നീഡിൽ ഉപയോഗിച്ച് ആ ഫ്ലൂയിഡ് വലിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ ഈ പാരാസെൻറ്റസിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചെസ്റ്റിൽ നിന്നാണെങ്കിൽ അത് തൊറാക്കോസെൻറ്റസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേഷ്യൻ്റ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കീമോതെറാപ്പിയോ റേഡിയോ തെറാപ്പിയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് കോഡ് കൊടുക്കേണ്ടത് മാലിഗ്നൻസിക്ക് തന്നെയാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Patient with left lung cancer with malignant pleural effusion is being seen for paracentesis and administration of chemotherapy. അതായത് പേഷ്യൻ്റ് വന്നിട്ടുള്ള ലെഫ്റ്റ് ലങ് ക്യാൻസർ ആയിട്ട് വന്നിട്ടുള്ള പേഷ്യൻ്റ് വിത്ത് മാലിഗ്നന്റ് പ്ലൂറൽ എഫ്യൂഷൻ, അതായത് നമ്മുടെ പ്ലൂറൽ സ്പേസിൽ, അതായത് ലങ്സിനും ചെസ്റ്റ് വാളിനും ഇടയിലുള്ള സ്പേസിൽ ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലെഫ്റ്റ് ലങ് ക്യാൻസർ വിത്ത് മാലിഗ്നന്റ് പ്ലൂറൽ എഫ്യൂഷൻ ഉള്ള ഒരു പേഷ്യൻ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് പാരാസെൻറ്റസിസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കീമോതെറാപ്പി അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പക്ഷെ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് ആ മാലിഗ്നൻസിക്കാണ്, നിയോപ്ലാസത്തിന് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കോഡ് വരുന്നത് C34.92 malignant neoplasm of unspecified part of left bronchus or lung. ഇനി നെക്സ്റ്റ് കോഡ് J91.0 malignant pleural effusion. ലാസ്റ്റ് കോഡാണ്, തേർഡ് കോഡായിട്ടാണ് Z51.11 വരുന്നത്, എൻകൗണ്ടർ ഫോർ ആന്റി നിയോപ്ലാസ്റ്റിക് കീമോതെറാപ്പി. അപ്പോൾ ഇങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടതിൻ്റെ ഒരു ഓർഡർ. Unspecified. Code C80.0 used only in those cases where the patient has advanced metastatic disease and no non-primary or secondary sites are specified. അതായത് ഇപ്പോൾ മെറ്റാസ്റ്റാറ്റിക് ഡിസീസ് ഉണ്ട് എന്ന് മാത്രമാണ് പറയുന്നുള്ളൂ. പ്രൈമറി സൈറ്റോ സെക്കൻഡറി സൈറ്റോ എവിടെയാണെന്നോ ഒന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ C80.0 കോഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ patient has had no medical care for many years and is seen today and diagnosed with carcinomatosis. അതായത് ഇപ്പോൾ മെറ്റാസ്റ്റാറ്റിക് ഡിസീസ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. മുന്നേ ഉള്ള പ്രൈമറി സൈറ്റ് ഏതാണെന്നോ സെക്കൻഡറി സൈറ്റ് ഏതാണെന്നോ ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ കോഡ് കൊടുക്കേണ്ടത് C80.0 ആണ്. ഇനി നെക്സ്റ്റ് ഗൈഡ് ലൈൻ, മാലിഗ്നന്റ് നിയോപ്ലാസം വിത്തൗട്ട് സ്പെസിഫിക്കേഷൻ ഓഫ് സൈറ്റ്. Code C80.1 malignant primary neoplasm unspecified. This code should only be used when no determination can be made as to the primary site of malignancy. അതായത് പ്രൈമറി സൈറ്റ് ഓഫ് മാലിഗ്നൻസിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല, പക്ഷെ ഇപ്പോൾ സെക്കൻഡറി സൈറ്റിൽ പറയുന്നുണ്ട്, പക്ഷെ പ്രൈമറി സൈറ്റിലുള്ള എവിടെയാണെന്നൊന്നും പറയുന്നില്ല, മാലിഗ്നൻസി എവിടെയാണ് എന്നൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ C80.1 ആണ് കോഡ് എടുക്കേണ്ടത്. Example, evaluation of painful hip leads to diagnosis of a metastatic bone lesion from an unknown primary neoplasm source. അതായത് ഇപ്പോൾ ഹിപ്പിൽ പെയിൻ ആയിട്ട് വന്നപ്പോഴാണ് മെറ്റാസ്റ്റാറ്റിക് ബോൺ ലീഷൻ ആണ് എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ പ്രൈമറി നിയോപ്ലാസത്തിൻ്റെ സോഴ്സ് ഒന്നും പറയുന്നില്ല. അപ്പം നമ്മൾ കോഡ് എടുക്കേണ്ടത് C79.51 സെക്കൻഡറി മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് ബോൺ. ഇപ്പോൾ ബോണിലുള്ള നിയോപ്ലാസത്തിന് ഫസ്റ്റ് കോഡ് കൊടുക്കുക, പിന്നെ സെക്കൻഡ് C80.1 മാലിഗ്നന്റ് പ്രൈമറി നിയോപ്ലാസം അൺസ്പെസിഫൈഡ്, അതിനാണ് കോഡ് കൊടുക്കേണ്ടത്.
അപ്പോൾ ഈ രണ്ട് C80.0ന്റെയും C80.1ന്റെയും ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. C80.0 ആണെങ്കിൽ ജസ്റ്റ് മെറ്റാസ്റ്റാറ്റിക് ഡിസീസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നിനെക്കുറിച്ചും സ്പെസിഫൈ ചെയ്യുന്നില്ല. പ്രൈമറി സൈറ്റോ സെക്കൻഡറി സൈറ്റോ ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ C80.0 കോഡാണ് എടുക്കുക. ഇപ്പോൾ പ്രൈമറി സൈറ്റ് പറയുന്നില്ല, പക്ഷേ സെക്കൻഡറി സൈറ്റ് എവിടെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നുള്ളത് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ C80.1 കോഡാണ് എടുക്കുക. Next, sequencing of neoplasm codes. First one, encounter for treatment of primary malignancy. Primary malignancy treat ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് പ്രൈമറി മാലിഗ്നൻസിക്കാണ്, പിന്നെ രണ്ടാമത് മെറ്റാസ്റ്റാറ്റിക് സൈറ്റ്സിൽ കോഡ് ചെയ്യാം. ഇനി സെക്കൻഡ് കണ്ടീഷൻ, എൻകൗണ്ടർ ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് സെക്കൻഡറി മാലിഗ്നൻസി. ഇപ്പോൾ വന്നിട്ടുള്ളത് സെക്കൻഡറി മാലിഗ്നൻസി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് സെക്കൻഡറി മാലിഗ്നൻസിക്ക് ആണ്, എന്നിട്ട് രണ്ടാമതാണ് പ്രൈമറി മാലിഗ്നൻസിക്ക് കോഡ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ റീസൺ ഫോർ എൻകൗണ്ടറിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, patient has primary colon cancer with metastasis to rib and is evaluated for possible excision of portion of rib bone. അതായത് പ്രൈമറി കൊളോൺ ക്യാൻസർ ഉണ്ട് ഒരു പേഷ്യന്റിന്. ആ പേഷ്യന്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് റിബിലുള്ള മാലിഗ്നൻസി കാണിക്കാൻ വേണ്ടിയിട്ടാണ്, സെക്കൻഡറി മാലിഗ്നൻസി കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് ആ സെക്കൻഡറി മാലിഗ്നൻസിക്കാണ്, അതായത് C79.51 സെക്കൻഡറി മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് ബോൺ. സെക്കൻഡ് കോഡ് ചെയ്യേണ്ടത് C18.9 മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് കൊളോൺ അൺസ്പെസിഫൈഡ്. നെക്സ്റ്റ്, മാലിഗ്നന്റ് നിയോപ്ലാസം ഇൻ എ പ്രഗ്നന്റ് പേഷ്യന്റ്. ഈ കണ്ടീഷനിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് മാലിഗ്നന്റ് നിയോപ്ലാസം കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂബേറിയം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ O കോഡുകൾക്ക് എപ്പോഴും ഒരു സീക്വൻസിങ് പ്രയോറിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ട കോഡ് O9A.1 ആണ്, മാലിഗ്നന്റ് നിയോപ്ലാസം കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂബേറിയം. സെക്കൻഡ് കോഡ് ടൈപ്പ് ഓഫ് നിയോപ്ലാസം. അങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യേണ്ട ഓർഡർ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, a 25-year-old pregnant female in first trimester evaluated for pituitary gland malignancy. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ട കോഡ് O9A.111 ആണ്, മാലിഗ്നന്റ് നിയോപ്ലാസം കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി ഫസ്റ്റ് ട്രൈമസ്റ്റർ. പിന്നെ സെക്കൻഡ് കൊടുക്കേണ്ട കോഡ് C75.1 മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നെക്സ്റ്റ് ഗൈഡ്ലൈൻ, എൻകൗണ്ടർ ഫോർ കോംപ്ലിക്കേഷൻ അസോസിയേറ്റഡ് വിത്ത് നിയോപ്ലാസം. നിയോപ്ലാസത്തിനോട് അസോസിയേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും ആ കോംപ്ലിക്കേഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വരികയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ട കോഡ് കോംപ്ലിക്കേഷൻ ആണ്, സെക്കൻഡ് നിയോപ്ലാസത്തിന്. പിന്നെ ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട് അനീമിയയുടെ കേസിൽ. അനീമിയയുടെ കേസിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആ നിയോപ്ലാസത്തിനാണ് കോഡ് കൊടുക്കേണ്ടത്, ആ മാലിഗ്നൻസിക്കാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്, സെക്കൻഡ് കൊടുക്കേണ്ടത് അനീമിയയ്ക്ക് D63.0 അനീമിയ ഇൻ നിയോപ്ലാസം disease. ഇനി നെക്സ്റ്റ് വൺ, കോംപ്ലിക്കേഷൻ ഫ്രം സർജിക്കൽ പ്രൊസീജിയർ ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് നിയോപ്ലാസം. അതായത് നിയോപ്ലാസം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സർജറി ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് കൊടുക്കേണ്ടത് കോംപ്ലിക്കേഷന് തന്നെയാണ്. Next, pathologic fracture due to a neoplasm. When an encounter is for a pathological fracture due to a neoplasm and the focus of treatment is fracture, a code from subcategory M84.5 pathological fracture in neoplastic disease should be sequenced first, followed by the code for the neoplasm. അതായത് ഒരു പേഷ്യന്റ് വന്നിട്ടുള്ളത് നിയോപ്ലാസം മൂലമുള്ള pathological fracture ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് M84.5 എന്നുള്ള സബ് കാറ്റഗറിയിൽ നിന്നാണ്, അതായത് pathological fracture in neoplastic disease അതിനാണ് ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത്. പിന്നെ സെക്കൻഡ് നിയോപ്ലാസത്തിന് കോഡ് ചെയ്യാം. ഇനി ഫോക്കസ് ഓഫ് ട്രീറ്റ്മെന്റ് ഈസ് ദ നിയോപ്ലാസം വിത്ത് ആൻ അസോസിയേറ്റഡ് pathological fracture. The neoplasm code should be sequenced first, followed by a code from M84.5 for the pathological fracture. അതായത് ഇനി ഫോക്കസ് ഓഫ് ട്രീറ്റ്മെന്റ് നിയോപ്ലാസത്തിനായിട്ടാണ് എന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം pathological fracture ഉണ്ട്, പക്ഷെ ഇപ്പോൾ ട്രീറ്റ്മെന്റിന് വന്നിട്ടുള്ളത് നിയോപ്ലാസത്തിനാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ നിയോപ്ലാസത്തിന് കോഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സബ് കാറ്റഗറി M84.5 നിന്ന് കോഡ് ചെയ്യുക, pathological fractureന് കോഡ് ചെയ്യാം. നെക്സ്റ്റ്,
Current malignancy versus personal history of malignancy. When a primary malignancy has been excised, but further treatment such as an additional surgery for the malignancy, radiation therapy or chemotherapy is directed to that site, the primary code should be used until treatment is completed. അതായത് primary malignancy remove ചെയ്തു പക്ഷേ കീമോതെറാപ്പിയോ റേഡിയേഷൻ തെറാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ സർജറി ആ മാലിഗ്നൻസിക്ക് വേണ്ടിയൊക്കെ ചെയ്യുകയാണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മാലിഗ്നൻസിക്ക് കോഡ് ചെയ്യണം. അതിൻ്റെ ഫുൾ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നത് വരെ നമ്മൾ മാലിഗ്നൻസിക്ക് എപ്പോഴും കോഡ് ചെയ്യണം. അതാണ് ഈ ഗൈഡ് ലൈനിൽ പറയുന്നത്. നെക്സ്റ്റ്, മാലിഗ്നന്റ് നിയോപ്ലാസം അസോസിയേറ്റഡ് വിത്ത് ട്രാൻസ്പ്ലാന്റഡ് ഓർഗൻ. ട്രാൻസ്പ്ലാന്റഡ് ഓർഗണിന് മാലിഗ്നന്റ് നിയോപ്ലാസം വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോംപ്ലിക്കേഷൻ ഓഫ് ട്രാൻസ്പ്ലാന്റഡ് ഓർഗൻസ് ആൻഡ് ടിഷ്യൂ അതിന് കോഡ് ചെയ്യണം. അതായത് T86 കാറ്റഗറിയിൽ നിന്നാണ് നമ്മൾ കോഡ് എടുക്കേണ്ടത് ഫസ്റ്റ്. സെക്കൻഡ് നമ്മൾ C80.2 കോഡ് ചെയ്യണം. അതായത് മാലിഗ്നന്റ് നിയോപ്ലാസം അസോസിയേറ്റഡ് വിത്ത് ട്രാൻസ്പ്ലാന്റഡ് ഓർഗൻ അതിന് കോഡ് ചെയ്യണം. പിന്നെ മാലിഗ്നൻസിക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മാലിഗ്നൻസിക്കും കോഡ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നിയോപ്ലാസം ചാപ്റ്ററിലുള്ള ഗൈഡ് ലൈൻസ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം ഈ ചാപ്റ്ററിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.